നമസ്കാരം. ഈ വരുന്ന 14-ാം തീയതി വ്യാഴം രാശി മാറുകയാണ്. മിഥുനം രാശിയിലേക്കാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം നടക്കുന്നത്. ഇത് 12 രാശിക്കാരിൽ, അതായത് 27 നക്ഷത്രക്കാർക്കും സാരമായ തന്നെ മാറ്റങ്ങൾ നൽകുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊരു 15 നക്ഷത്രക്കാർക്കായിരിക്കും വളരെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കഷ്ടപ്പാടുകൾ ഒഴിയുന്നതാണ്. പരിശ്രമത്തിൻ്റെ അല്ലെങ്കിൽ വെല്ലുവിളികളുടെ ഒക്കെ കാലം മാറി പരിശ്രമത്തിന് വിജയമുണ്ടാകാൻ പോവുകയാണ്. ഒരു ഘട്ടത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മെയ് 14 കൂടി ആരംഭം കുറിക്കാൻ പോകുന്നത്. വ്യാഴമാറ്റം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ്. പ്രണയബന്ധങ്ങളുള്ളവർക്ക് അത് വിജയത്തിലെത്തിക്കാനും അത് വിവാഹത്തിലെത്തിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. വെല്ലുവിളികൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിത ചുറ്റുപാട് മാറ്റപ്പെടുകയാണ്. അവിടേക്ക് നിങ്ങളുടെ വെല്ലുവിളികളൊക്കെ മാറി സാമ്പത്തികമായ ഒരു ഭദ്രത ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബുദ്ധിമുട്ടുകൾ അകലുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ വിശ്വാസം അല്ലെങ്കിൽ താല്പര്യമൊക്കെ വർദ്ധിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം, രാശിമാറ്റം നിമിത്തം പദവികൾ അലങ്കരിക്കാൻ, അതായത് പദവികളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഭാഗ്യം കൂടി ഇവിടെ വഴി തുറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ അംഗീകാരങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ സംഘർഷ അവസ്ഥയായിരുന്നു ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം സാമ്പത്തികമായി ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഇവിടെ വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി തന്നെ വരുന്നുണ്ട്. അപ്പോൾ മേടം ഈ ഒരു മെയ് മാസം 14, അതായത് ഏതൊക്കെ രാശിക്കാർക്കാണെന്ന് നോക്കിയാൽ വൃശ്ചികം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി തുടങ്ങിയ രാശിക്കാർക്കാണ് ഈ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ ഈ മാറ്റം ഏതൊക്കെ രീതിയിൽ അവരെ കൂടുതലായി സ്വാധീനിക്കും എന്നതുകൂടി നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ മെയ് 14 വ്യാഴമാറ്റം നടക്കുന്നതിൻ്റെ ഫലമായി കൂടുതൽ മാറ്റങ്ങൾ ഈ രാശിക്കാർക്ക് എങ്ങനെയാണ് വരുന്നത് എന്നതിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. ആദ്യത്തെ നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട. ഈ 3 നക്ഷത്രക്കാർക്ക്, അതും അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമ വിവാഹത്തിനുള്ള സമയം കൂടി മെയ് 14 ശേഷം വരുന്നുണ്ട്. പുതിയ ചില ബിസിനസ്സുകൾ തുടങ്ങാൻ, പുതിയ ചില സംരംഭങ്ങൾ ആരംഭിക്കാനൊക്കെ നല്ല സമയമാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനമുണ്ടാകും. സാമ്പത്തികം ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ കടങ്ങൾ താനെ ഒഴിഞ്ഞുകൊള്ളും. ഈ ഒരു സമയം ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരു സ്ഥിരമായ വരുമാന മാർഗ്ഗങ്ങൾ തെളിയും. അല്ലെങ്കിൽ സ്ഥിരമായ അല്ലെങ്കിൽ ശാശ്വതമായ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടി കണ്ടെത്താൻ സാധിക്കും. സന്താനങ്ങൾ നിമിത്തം സന്തോഷത്തിനും അഭിവൃദ്ധിക്കും അംഗീകാരങ്ങൾ, അതായത് സന്താനങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതുവഴി നിങ്ങൾക്കും അംഗീകാരം, സമൂഹത്തിൽ മാന്യത, ഇതൊക്കെ വന്ന് ഭവിക്കാനുള്ള സമയം കൂടി ഇവിടെ ഈ 14-ാം തീയതി മുതൽ ഉണ്ടാകുന്നുണ്ട്. വ്യാഴമാറ്റം നല്ല ഒരു ഗൃഹാന്തരീക്ഷം തന്നെ നിങ്ങൾക്ക് സംജാതമാക്കുന്നതാണ്. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ്. കൂടാതെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ധാരാളം അവസരങ്ങളും ഇവിടെ വന്നു ചേരുന്നതാണ്. മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രങ്ങളാണ് അടുത്തത്. വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് അന്തരീക്ഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ സ്വയമേവ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ പെട്ട് ഉഴലുന്ന നിങ്ങളുടെ അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്നില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ഒരു അഡ്വൈസ് തരാനായിട്ടാണെങ്കിലും ആരുമില്ലാത്ത അവസ്ഥ. ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ആ അവസ്ഥയ്ക്കൊക്കെയാണ് മാറ്റം തരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വെല്ലുവിളി നിറഞ്ഞ ജീവിത ചുറ്റുപാട് മാറുന്നതാണ്. പുതിയ മാനസികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്കിനി തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ്. മാനസികമായൊരു തയ്യാറെടുപ്പിൻ്റെ സമയം കൂടിയാണ് ഈ മാസം 14-ാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് പോലെ അതിനൊക്കെയുള്ള ഒരു മറുമരുന്നായി ഒരു പുതിയ ജീവിത ചുറ്റുപാട് തുടങ്ങാൻ കൂടി നിങ്ങൾക്ക് ഈ 14-ാം തീയതി മുതൽ സാധിക്കുന്നതാണ്. കൂടുതൽ ശ്രദ്ധ ഇനി പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അതറിഞ്ഞോ അറിയാതെയോ ആകാം. പക്ഷേ ഇനി ആ തെറ്റുകൾ വന്നാൽ ആരും കാണില്ല നമ്മളെ സഹായിക്കാൻ എന്നതുകൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക. അങ്ങനെ ധൈര്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക. അടുത്ത നക്ഷത്രങ്ങളായി വരുന്നത് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. അല്പം മാനസിക അസ്വസ്ഥതകളും അനാവശ്യ പ്രശ്നങ്ങളുമൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് മെയ് 14 ശേഷം. കാരണം വ്യാഴം ഇവിടെ 12-ാം ഭാവത്തിലേക്ക് മാറുന്നത്. അത് അല്പം മാനസിക പിരിമുറുക്കമൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധ വേണം, പ്രാർത്ഥന വേണം. ചില ബുദ്ധിമുട്ടുകളൊക്കെ യാത്രാവേളകളിലൊക്കെ വന്നേക്കാം.
അതിനാൽ തന്നെ എപ്പോഴും പ്രാർത്ഥിച്ചതിന് ശേഷം യാത്രകളൊക്കെ പുറപ്പെടാൻ ശ്രമിക്കുക. പങ്കാളിയുമായി വാക്കുതർക്കങ്ങൾക്ക് ഒന്നും പോകാതിരിക്കുക. കാരണം രണ്ട് കൈയും കൂട്ടിയടിച്ചാൽ മാത്രമേ ശബ്ദമുണ്ടാകൂ എന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് അല്പം പ്രശ്നങ്ങളുള്ള സമയം, അതിന് വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തി ജീവിതത്തിലായാലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ, അതായത് കർമ്മ മേഖലയിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ശ്രദ്ധ അനിവാര്യമായ ഈ ഒരു സമയം. അടുത്ത മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, വഴിപാടുകൾ സമർപ്പിക്കുക. കുലദേവത, അതായത് കുടുംബദേവത പ്രീതിയും ഈ ഒരു വേളയിൽ വരുത്തേണ്ടത് വളരെയധികം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ്. ചില ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, വലിയതായിട്ടുള്ളതല്ല എങ്കിൽ പോലും ശ്രദ്ധ വളരെയേറെ അനിവാര്യം തന്നെ. അടുത്ത നക്ഷത്രങ്ങളായി വരുന്നത് മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് 11ാം ഭാവത്തിലേക്കാണ് ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നടക്കുന്നത്. ലാഭഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ 10 മടങ്ങ് അനുഗ്രഹങ്ങൾ വന്നു ചേരുമെന്നതിൽ സംശയം വേണ്ട. ഈ ഒരു കാലഘട്ടം, അതായത് ഈ 14ാം തീയതി മുതൽ ശുഭകരമായ ഒരു സമയം ആരംഭിക്കുകയാണ്. ഒരു പുതിയ ഏട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ്. മാനസികമായി നിലനിന്നിരുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. സുഖകരമായൊരു ജീവിത ചുറ്റുപാട് ഉണ്ടാകാൻ പോകുകയാണ്. സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് പുതിയ സ്നേഹബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്നതാണ്. ചെറിയ പ്രണയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അത് ഉത്തമമായ സമയമായതിനാൽ ഉത്തമമായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ വ്യാഴം വളരെ അനുകൂല ഭാവത്തിൽ തന്നെയാണ് രാശിമാറ്റം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി വരുന്ന നേട്ടങ്ങൾ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ കണക്കാക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ഷേത്ര ദർശനം, പ്രാർത്ഥനകളൊക്കെ വേണ്ട സമയമാണ്. മാനസികമായി ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ തന്നെ കടിച്ചമർത്തി വെച്ചിരുന്ന നിങ്ങൾക്ക് ആ പിരിമുറുക്കം ഒരുപാട് മനസ്സിനെ മതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതൊക്കെയും ഇവിടെ മാറുകയാണ്. സമ്പത്തിൻ്റെ ആ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് എത്തുമ്പോൾ മനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, അതായത് മനസ്സിനെ ബാധിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും അകന്നു മാറുകയും ഭാഗ്യത്തിൻ്റെ ആ ഒരു തെളിമ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ 14ാം തീയതി മുതൽ വന്നണയുകയും ചെയ്യുന്നതാണ്. ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് അടുത്തതായിട്ടുള്ളത്. ഈ വരുന്ന 14ാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, തടസ്സങ്ങളും, എതിർപ്പുകളും, വഴക്കുകളും ഒക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. എല്ലാ കാര്യത്തിനും ഒരു പിന്നോട്ട് വലിച്ചിലുണ്ടായിരുന്നു, അതിന് മാറ്റം വരുന്നതാണ്. വെല്ലുവിളികൾ ഉണ്ട് എങ്കിൽ പോലും അത് ഘട്ടം ഘട്ടമായി മാറിക്കൊള്ളും. കാരണം സമയം നല്ലതായി വരുന്നതിൻ്റെ ഫലമായി മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അതിനുള്ള വരുമാനങ്ങൾ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. എങ്കിലും കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം ഇവിടെ ഇനി മുതൽ ലഭിക്കാൻ പോവുകയാണ്. ഈ 14ാം തീയതിക്ക് ശേഷം ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നതാണ്. ഒരു പ്രാധാന്യം വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും, നിങ്ങൾക്ക് സമൂഹത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിലും ഒരു പ്രാധാന്യം, ഒരു സ്ഥാനം ലഭിക്കുന്ന സമയമാണ്. അടുത്ത മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിക്കുക. നേട്ടത്തിൻ്റെ സമയമാണ്. വ്യാഴം അനുകൂലമായിരിക്കുന്ന ഈ ഒരു വേളയിൽ ശ്രദ്ധിക്കേണ്ട 3 നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ബാക്കിയുള്ളവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ സാമ്പത്തിക മാറ്റങ്ങൾ മെയ് 14-ന് ശേഷം വന്നു ഭവിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി, വഴിപാടുകളോടുകൂടിയും ധൈര്യസമേതവും മുന്നോട്ട് പോയിക്കൊള്ളുക. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകുന്നതാണ്.